ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെഡ്ഡിങ് ഫംഗ്ഷൻ വ്ലോഗായിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ മുമ്പ് ഒരു കല്യാണ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ കല്യാണമാണെങ്കിൽ ഇതെൻ്റെ കസിൻ ബ്രദറിൻ്റെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കല്യാണത്തിൻ്റെ നമ്മൾ മുമ്പിട്ട കല്യാണത്തിൻ്റെ ഏകദേശം 1 വീക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ. ഈ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എല്ലാ കാര്യത്തിലും ഭയങ്കര ഫാസ്റ്റ് ആയതുകൊണ്ട് വീഡിയോ ഇടാനും ഇത്ര ഫാസ്റ്റായി. തൃശ്ശൂർ കയ്പമംഗലായിരുന്നു കേട്ടോ കല്യാണം. അതുകൊണ്ട് തന്നെ നമ്മളെ പൊന്നാനിയിൽ നിന്ന് കുറച്ച് ലോങ് ആണല്ലോ. അപ്പോൾ നമ്മളെല്ലാ കസിൻസും കൂടി പ്ലാൻ ചെയ്തതാണ് കേട്ടോ, നമുക്കൊരു വണ്ടി വിളിച്ചിട്ട് ഒരുമിച്ച് പോയാലോ എന്ന്. അപ്പം അങ്ങനെ ഉണ്ടായൊരു പോക്കായിരുന്നു. ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏകദേശം നമ്മൾ തമ്മിലുള്ളൊരു ബോണ്ട് എന്താന്ന്. അതിപ്പോൾ എല്ലാ ഫാമിലിയിലും അങ്ങനെ തന്നെയല്ലേ. സാധാരണ കസിൻസ് കൂടി കഴിഞ്ഞാൽ ഒരു പ്രത്യേക വൈബായിരിക്കൂലേ. പക്ഷേ പോകുമ്പോൾ അയൂസിത 3 തവണ ഛർദ്ദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കലാപരിപാടികളിലൊന്നും അധികം ഏർപ്പെടാനായിട്ട് എനിക്ക് കഴിഞ്ഞില്ല. പക്ഷെ എന്നാലും വിഷമമൊന്നുമില്ല. ഞങ്ങൾ പോണ വഴിക്ക് ഒരു കടയിൽ നിന്ന് സോഡൊക്കെ വാങ്ങിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ വീഡിയോ ഒന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഉണ്ടാവും, പക്ഷെ ഒരു 2-3 മാസം കഴിയണം മാത്രം. എന്താ ഡ്രിങ്ക് കുടിക്കാൻ സംഭവം എന്താ കാണിക്കേ? മത്തുണ്ട്, പൈനാപ്പിൾ ഉണ്ട്. അങ്ങനെ കുറച്ച് നേരത്തെ യാത്രകൾക്ക് ശേഷം നമ്മൾ അവിടെ എത്തി. ഇതാണ് നമ്മുടെ കല്യാണ ഓഡിറ്റോറിയം. ഇവിടെ വെച്ചിട്ട് തന്നെ ആയിരുന്നു കേട്ടോ നമ്മളെ പെണ്ണിൻ്റെയും ചെക്കൻ്റെയും കല്യാണം ഒരു ഹാളിൽ വെച്ചിട്ട് തന്നെ ആയിരുന്നു. പിന്നെ നമ്മൾ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹാളിൽ പോയി. ഇത് നമ്മളെ മണവാളൻ്റെ സിസ്റ്ററാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പോയപ്പോൾ ഈ ഒരു പരിപാടിയായിരുന്നു. ഗ്രൂമിനെ സെൻറ്ററിൽ ഇരുത്തിയിട്ട് ഉള്ള അറബിക് ഡാൻസ് ഉണ്ടല്ലോ, അതായിരുന്നു. അത് കുറച്ച് നേരം നമ്മൾ നോക്കിയിരുന്നു. പിന്നെ പോയപ്പോൾ തന്നെ ഫുഡ് കഴിക്കുന്ന ടൈം ആയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല നമ്മൾ രാവിലെ ഫുഡ് അങ്ങനെ അധികമൊന്നും കഴിക്കാതാണ് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ നല്ലോണം ഫുഡ് കഴിച്ചിട്ട് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഛർദ്ദിക്കൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫുഡ് അധികം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ രാവിലെ. പക്ഷേ എന്നിട്ട് പോലും എനിക്ക് ബിരിയാണി കണ്ടിട്ട് എന്തോ ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട്. ചിലപ്പോൾ യാത്ര ചെയ്തുകൊണ്ടായിരിക്കാം. അങ്ങനെ ഞാനൊരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് ഇത്തിരി ബിരിയാണി കഴിച്ചുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചു. അങ്ങനെ ബിരിയാണി കഴിച്ച് കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ ഐസ്ക്രീം കൊടുക്കുന്നത് കണ്ടു. പിന്നെ ഐസ്ക്രീമിൻ്റെ കാര്യത്തിൽ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഫോർമാലിറ്റീസ് ഒന്നുമില്ല കേട്ടോ. പിന്നെ ഏത് നേരത്തും ഞാൻ കഴിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 തവണ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ ഐസ്ക്രീം. എനിക്ക് 2 തവണ മാത്രമേ വാങ്ങാൻ കഴിഞ്ഞുള്ളൂ ഗൈസ്. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഹാളിലേക്ക് പോയിട്ടാ. അപ്പം നമ്മളെ ബ്രൈഡിൻ്റെ എൻട്രി ആയിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. അറബിക് സോങ്ങും പിന്നെ ആ ഒരു എൻട്രി ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ എൻ്റെ വോയിസ് ഇല്ലാതെ ആ മ്യൂസിക്കിൽ കാണണം, അപ്പോഴേ അതൊരു രസം ഉണ്ടാവുള്ളൂ. എൻ്റെ വോയിസ് കേട്ടിട്ട് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും, ക്ഷമിക്കുക. അപ്പോൾ മാത്രമല്ല നമ്മളെ ബ്രൈഡ് നല്ല ക്യൂട്ടാണ്, നല്ല സുന്ദരിയായിരുന്നു. അങ്ങനെ നമ്മുടെ ഗ്രൂം അവിടെ ബ്രൈഡിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ നടന്നിട്ട് പോകണേ. കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇത്രയും മാസങ്ങൾക്ക് ശേഷം ഞാൻ നോക്കുമ്പോൾ കുറേയൊക്കെ ഞാൻ തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, സ്റ്റോറേജ് ഫുള്ളായിട്ട്. അപ്പോൾ അതുകൊണ്ട് കുറേ വീഡിയോസൊക്കെ ഞാൻ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടാണ് ഇത് മാത്രം ചേർത്തിട്ടുള്ളത്. പിന്നെ ചെക്കനും പെണ്ണും സ്റ്റേജിലിരിക്കുമ്പോൾ ഇത് നമ്മളെ ചെക്കൻ്റെ ഫ്രണ്ട്സ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഡാൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അറിയാതിരിക്കാൻ വയ്യ, നല്ല അടിപൊളിയായിരുന്നു. സൂപ്പറായിട്ട് തന്നെ അവർ പെർഫോം ചെയ്തു. പിന്നെ ഞങ്ങൾ ചെക്കൻ്റെ കൂടെയും പെണ്ണിൻ്റെ കൂടെയൊക്കെ ഉള്ള വീഡിയോ ഷൂട്ടും ഫോട്ടോ ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ ഇതിൽ ആഡ് ആക്കിയിട്ടില്ല കേട്ടോ.
പിന്നെ ഇത് നമ്മളെ പേഴ്സണലായിട്ടുള്ള വീഡിയോ ഷൂട്ടും ഫോട്ടോഷൂട്ടും വേറെ ഉണ്ടായിരുന്നു. ആ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഗാർഡനും സംഭവമൊക്കെ സെറ്റായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ വെച്ചിട്ടൊക്കെ ഞാൻ ആ യൂസിനായിട്ടും പിന്നെ ഞങ്ങൾ കസിൻസൊക്കെ കൂടിയിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കൂട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മൾ തിരിച്ചു വരുമ്പോഴുള്ളൊരു സംഭവമായിരുന്നു കേട്ടോ. അത് അടിപൊളിയായിരുന്നു. ഞങ്ങൾ വണ്ടിയിൽ ഗേൾസ് മാത്രമല്ല കേട്ടോ, കൊച്ചിപ്പന്മാരും അതുപോലെ നമ്മൾ ബ്രദേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അവരൊന്നും കാണിക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കല്യാണത്തിന് പോയി അവിടെ ആഘോഷിച്ചതിനേക്കാൾ കൂടുതൽ ശരിക്കും വണ്ടിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു ഫാമിലി ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സാധാരണ നമ്മൾ ഫാമിലി ട്രിപ്പ് പ്ലാൻ ചെയ്താൽ കസിൻസ് ആയാലും ഫ്രണ്ട്സ് ആയാലും ഫാമിലീസ് ആയാലും ട്രിപ്പ് പ്ലാൻ ചെയ്താൽ എന്താ സംഭവിക്കാമെന്ന് എല്ലാവർക്കും അറിയാലോ. അതുപോലെ തന്നെ സംഭവിച്ചു. നമ്മൾ ഇതുവരെ പോയിട്ടില്ല. അങ്ങനെ ഇതാ ഓരോരുത്തരെ സ്റ്റോപ്പിലായിട്ട് ഇറങ്ങാൻ തുടങ്ങി. ഫസ്റ്റ് ഇറങ്ങിയത് നമ്മളെ ഡാൻസ് മാസ്റ്റർ നൂറയായിരുന്നു ഗൈസ്. ഞങ്ങളുടെ ഡാൻസിനൊക്കെ ലീഡർഷിപ്പ് വഹിച്ചിരുന്ന ഒരു മഹത് വ്യക്തിയാണ് ആ ഇറങ്ങിപ്പോയത്. പിന്നെ ഇതാ മുർഷിയും കുഞ്ഞിമ്മയായിരുന്നു കേട്ടോ ഇറങ്ങിയത്. എൻ്റെ കുഞ്ഞിമ്മയാണ്, അതായത് എൻ്റെ ഉപ്പാടെ ബ്രദറിൻ്റെ വൈഫും മോളും. ഞങ്ങളെല്ലാവരും അടുത്തടുത്ത് തന്നെയാണ് കേട്ടോ താമസിക്കുന്നത്. ഒരു സ്റ്റോപ്പ് 2 സ്റ്റോപ്പ് വ്യത്യാസത്തിലൊക്കെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇതെൻ്റെ വേറൊരു കൊച്ചുപ്പയും കൊച്ചുമ്മയാണ് കേട്ടോ. അപ്പോൾ അവരും ഇറങ്ങി. ഏറ്റവും ലാസ്റ്റ് ഞങ്ങളാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. കുറച്ച് ലോങ് ആയതാണ് കേട്ടോ. ഞങ്ങൾ നേരത്തെ തന്നെ കല്യാണം കഴിഞ്ഞിട്ട് വേഗം വീട്ടിലേക്ക് എല്ലാവരും തിരിച്ചെത്തിയത്. നമ്മൾ പൊന്നാനി വെച്ചിട്ടായിരുന്നെങ്കിൽ രാത്രി പരിപാടിയും അങ്ങനെ എല്ലാത്തിനും കൂടിയിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. പിന്നെ അവിടെ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കുട്ടികളുടെ സ്കൂളും മദ്രസയും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അതിന് നിന്നില്ല. ഞങ്ങൾ വീട്ടിലെത്തുന്ന ടൈമിൽ ചെറുതായിട്ടൊരു മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ, ചെറിയൊരു വ്ലോഗാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ മറക്കരുത്. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ ഉണ്ടല്ലോ അതൊന്ന് എനാബിൾ ചെയ്യുക. പിന്നെ ഞാൻ ബോറടിപ്പിച്ചെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. ടാറ്റാ ബൈ ബൈ, സി യു. Alito.